ചേട്ടനെ കാണാം, എല്ലാരും കാണും. ചേട്ടൻ ഷർട്ടിടാതെ നിൽക്കണ്ടല്ലേ കാണാം. അനങ്ങി നോക്കുക. വേദന എടുത്ത് ഇന്നലെ നടന്നു ഉപ്പൂറ്റി ഭയങ്കര വേദന. ചേട്ടൻ കുഴമ്പിട്ടിട്ട് തിരുമ്മി തന്നപ്പോ വേദന കംപ്ലീറ്റ് പോയി. സത്യേട്ടന്റെ വേദന പോയി. ആ ചെരുപ്പിട്ടുണ്ട്. എനിക്ക് 2 ചെരുപ്പ് വെച്ചോ. ഇപ്പൊ രാവിലെ എന്തൊക്കെ പറഞ്ഞു? ചുരിദാർ മേടിക്കാം, സാരി മേടിക്കാം, പിന്നെ വേറെ എന്ത് പറഞ്ഞില്ല. ഇപ്പൊ ചെരുപ്പ് പറഞ്ഞു. ഇപ്പൊ എല്ലാം കൂടെ കേൾക്കട്ടെ, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം. പറയാനെല്ലാം പറഞ്ഞു. പാട്ടൊക്കെ ഹൈഡ് ചെയ്ത് കളയാൻ പറ്റും. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഓർക്കമിച്ച വളടാ. ഒരുത്തന്നെ ഞാൻ കണി കാണാൻ വിളിച്ചെഴുന്നേപ്പിച്ചിരുത്തിയതാണ് കേട്ടോ. നമ്മുടെ കണി എല്ലാവരും കഴിഞ്ഞ ദിവസം ഒരുക്കിയതൊക്കെ കണ്ടില്ലേ? ഇനിയിപ്പം എന്തുവാ, രാവിലെ നിലവിളക്കൊക്കെ തെളിച്ച് എല്ലാം കൂടിയുള്ളൊരു കാഴ്ച കാണിച്ചു തരട്ടെ. ഇതാ അവിടെ മെഴുകുതിരിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് നോക്കിക്കോ. ഇതാ നമ്മുടെ കണി ഇരിക്കുന്നു. കണ്ടോ? കാശൊക്കെ കണ്ടായിരുന്നോ? എന്നാ ഉണ്ട്? തുറ ഉണ്ടായിരുന്നു. ആയോ? കുറെ അഞ്ഞൂറൊക്കെ ഉണ്ട്. നീ വല്ലതും കണ്ടോ? അതിനകത്ത് എന്നൊക്കെയാ ഉള്ളേ? മാങ്ങാപ്പഴോ? മാങ്ങാപ്പഴാണ്. അവനതാ കണ്ടത്. ബെസ്റ്റ്. ചേട്ടാ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ രാവിലെ ചേട്ടൻ എന്നെ കണി കാണാൻ വിളിച്ച് എണീപ്പിക്കേണ്ട വരുമെന്ന്. ചേട്ടൻ രാവിലെ എണീറ്റിട്ട് അടി കണി കാണണ്ടേ നീ എണീക്ക് കണി കാണ. ഞാൻ കിടന്ന് നല്ല രീതിയിൽ അങ്ങ് ഉറങ്ങിപ്പോയി. ഇന്നലെ കണി ഒരുക്കാൻ നേരത്തെ ആനസിനെ ഞാൻ വിളിച്ച ആനസങ്ങ് വന്നിരുന്നില്ല. അവൻ പോയി കിടന്ന് നല്ല ഉറക്കാറുണ്ട്. ഞാനങ്ങ് ഉറങ്ങിപ്പോയെന്ന് ആനസ് പറയുക. എല്ലാം പറയാനുണ്ടോ? ഇല്ല. ചേട്ടാ ഇങ്ങോട്ട് ആലോചിക്കാതെ പറ, എങ്ങനെയുണ്ട് ഫസ്റ്റ് കണി എക്സ്പീരിയൻസ്? കണ്ടോ? ഈ വർഷം ചേട്ടന് വലിയ സമ്പൽ സമൃദ്ധി ഐശ്വര്യം കുറെ കാശൊക്കെ കിട്ടട്ടെ. എനിക്ക് കിട്ടിയാലും കുഴപ്പമില്ല, ചേട്ടന് കിട്ടിയാൽ മതിയല്ലോ. നമുക്ക് ആർക്കെങ്കിലും കിട്ടിയാൽ പോരെ? പറ ചേട്ടാ. ഞങ്ങൾ കണിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. വേറെ ഒന്നുണ്ടല്ലോ. അപ്പം എല്ലാവരും ഇതേ ഉറക്കം തൂങ്ങിയിരിക്കണം. അപ്പം എല്ലാവരും എടാ നീ ഇന്നലെ രാത്രി എഴുന്നേറ്റോടാ. അപ്പം മൊബൈൽ എടുത്താലോടാ. മൊബൈൽ കട്ടില കിടക്കണം. ഇവന് സുഖമായിപ്പോയി. ഒരാഴ്ച ഇനി പഠിക്കാൻ പോകണ്ട. അത് കുർബാന എനിക്ക് കോളടിച്ചല്ലോടാ. ഇവന് ശരിക്കും വെക്കേഷൻ ഈ ആഴ്ചയാണ് കേട്ടോ. അപ്പോൾ വിളക്കും കൃഷ്ണനും കണിയും. ഇനി നമുക്ക് അടുത്ത പെസഹായാട്ടോ വരുന്നേ. അതുണ്ടാക്കണം. കൈ ഒന്ന് മുറിഞ്ഞിട്ട് അതിപ്പോ പഴുക്കുക. എന്റെ കൈയാണ് ഈ ജീവിതത്തിൽ പഴുക്കാത്തതാ. എന്നാ പറ്റിയെന്ന് അറിയില്ല. എന്നതാ അത് ഇവന്റെ കാലം പൊട്ടിക്കാനില്ലാന്നോ? ഞാൻ ഈ വെള്ളത്തിൽ പണിയുമ്പോ നനയൂന്നേ. പക്ഷെ എനിക്ക് ഭയങ്കര ആ കൈ ഇപ്പൊ ചുരുക്കാനും പറ്റുള്ള നിവർത്താനും പറ്റുള്ള. ചക്ക അരിഞ്ഞതാ. ഉപ്പും മുളകും ഒക്കെ അതിന്റെ ഉള്ളിൽ വരെ കയറിപ്പോയതാ. കൈക്കെട്ടൊരു ചെത്ത് കൊടുത്തു. അങ്ങനെ ഈ വർഷത്തെ വിഷുക്കണിയും കണ്ടു. കൈനീട്ടം തന്നില്ലല്ലോ. ചേട്ടൻ ആ കൈനീട്ടം തരുന്ന കാശില്ലേ, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ചെയ്ത്
അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണം എന്നാ പറയണത് ശരിക്കും. ആ പൈസ കൊണ്ട് 1 രൂപ കൈനീട്ടം കിട്ടുന്ന 1 രൂപയാണെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരിക്കും ആ പൈസ. പക്ഷെ എനിക്കതറിയില്ല, ഞാൻ ഇന്നലെ അത് മനസ്സിലായത്. ഇന്നലെ ഞാനത് വായിച്ചത്. ഞാനൊക്കെ കൈനീട്ടം കിട്ടുന്ന കാശില്ലേ സൂക്ഷിച്ചു വെക്കുള്ളൂ. പക്ഷെ ആ 1 രൂപ കൊടുത്തും എന്തെങ്കിലും ഒരു പ്രയോജനം നമ്മൾ നേടിയെടുക്കണം. ആ എങ്ങനെയായിരിക്കും ചേട്ടാ? വിഷു കോടി വാങ്ങിച്ചു തന്നില്ലല്ലോ, ചുരിദാർ വാങ്ങിച്ചിടാവോ? സാരി ഈസ്റ്ററിന് ആലോചിച്ചോണ്ടിരിക്കുന്നു. ഇതിപ്പോ ഭയങ്കര തൊല്ലയായല്ലോ എന്ന്. ഇതിൽ മാങ്ങയും ചക്കയും തേങ്ങയൊക്കെ വാങ്ങിച്ചു കൊടുത്തത് പോലെ കണിയെടുക്കാൻ സകല സംഭവം ചേട്ടനാണ് കേട്ടോ വാങ്ങിച്ചു തന്നത്. ചേട്ടനും എല്ലാം ശരിയാക്കി തന്നു. ഈ തവണ കണി ഒരുക്കിയതെന്ന് വെച്ചാൽ ചേട്ടൻ തന്നെയാ. എന്നാ ഇതായിരുന്നു ഉറങ്ങണോ? ഹലോ, ഈ ആൻസൂട്ടിനെ ഉറങ്ങാൻ അനുവദിച്ചുകൂടാന്ന് ഇപ്പം കമൻറ്റ് വരും. നേരമൊക്കെ വെളുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇവന് ഇനി ഉറങ്ങാൻ അനുവദിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈർക്കിൾ വെട്ടി അടിക്കും ഞാൻ. അല്ലെങ്കിൽ എല്ലാം ഉറങ്ങുമ്പോൾ അവന് കുത്തി ചോറുണ്ണാനൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് ഇവനിങ്ങനെ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കൂലേ. അന്നേരം കമൻറ്റ് ഇടണം, ആ കൊച്ചിനെ ഒന്ന് ഉറങ്ങാൻ അനുവദിച്ചുകൂടെ, അന്നേരം ഇവന് ചോറ് കൊടുക്കണ്ടേ. പിന്നെ ഫുഡാണ് മെയിൻ. ഇന്നലെ ഏറ്റവും കൂടുതൽ രസം വന്നത്, ഇന്നലെ നമ്മളെ ഒരു ചെറിയ ട്രിപ്പ് നമ്മൾ ഇടുക്കിക്ക് വിട്ടു. അവിടെ സിപ്പ് ലൈനിൽ കയറണമെങ്കിൽ ഇനി നമ്മളിങ്ങനെ ഒരു കയർ പോലുള്ള സംഭവത്തിൽ നമ്മളിങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ട് വലിച്ച ഇക്കരയിൽ അക്കരയിലേക്ക് ഇറക്കിവിടും. നടുക്കാണെങ്കിൽ ഇങ്ങനെ എന്താണ് ഈ പാറമടയാണ്, വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നൊരു പാറമടയാണ്. അതിൻ്റെ മുകളിൽ കൂടെ വലിക്കുന്നത് ശരിക്കും പേടിയാകും കേട്ടോ. നല്ല ദൂരമുണ്ട്. അന്നേരം അതിൻ്റെ അങ്ങാറ്റത്ത് എത്തിക്കഴിയുമ്പോൾ ഈ സംഭവം കിടന്നിങ്ങനെ പൊങ്ങി താഴേക്ക് ചാടും ആൾക്ക് വെയിറ്റ് ഇല്ലെങ്കിൽ. ഈ ചെറുക്കൻ എന്നാണെന്ന് ചുമ്മാ ഈ വായുവിൽ ഇങ്ങനെ പറക്കുവായിരുന്നു അവിടെ ചെന്ന് ചുമ്മാ എടുത്തടിച്ച്. ഞാൻ എന്നിട്ട് ആ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിച്ചപ്പം ഈ ചെറുക്കനെ അതിൽ കയറ്റാൻ അവർക്ക് മടിയായിരുന്നു. പ്രായം ഉണ്ടായാൽ പോരാ, വെയിറ്റ് വേണം. ഈ കൊച്ചിനും പ്രായം ഉണ്ടെങ്കിലും ഇപ്പം 13 വയസ്സാകാറായവന്. പക്ഷെ അവന് വെയിറ്റ് ഇല്ലല്ലോ, തീരെ വെയിറ്റ് ഇല്ല. ഒരാവിടെ ചെന്ന് ഇവിടെ കലപല എന്ന് പറഞ്ഞ് 2 ചാട്ടം. അവൻ പേടിച്ചു പോയി. അവൻ പറയാം ഞാൻ അങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ ഒന്ന് പേടിച്ചു. അപ്പം പിന്നെ അവന് ഫുഡൊക്കെ കൊടുക്കണ്ടേ. പിന്നെ അവിടെ പൂച്ചക്കുഞ്ഞാണെങ്കിൽ ഇതേ അവിടെ വാതിൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. വാതിൽ ഓർക്കുക ഡോഗ് ഫുഡ് 2 കിട്ടുകാരൻ. ഇന്നലെ ആ പാവത്തിനെ വീടെ കിടത്താന്ന് വളർത്തോണ്ടായിരുന്നു. പെരക്കത്തിൻ്റെ കൈ ശരിക്കും വീർത്താട്ടായിരിക്കുന്നത്. ചേട്ടൻ പറ ചേട്ടാ, ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർക്കൊക്കെ ചേട്ടൻ പറയുന്നതാണ് ഇഷ്ടം. ചേട്ടൻ കൊണ്ട് വന്നാൽ ചേട്ടൻ എല്ലാവർക്കും കൈനീട്ടം തരും കേട്ടോ. ആ ചേട്ടൻ തരും. പിന്നെ എടുക്കാല്ലോ, നമുക്ക് അവിടെ പോയി എടുക്കാന്നേ. അവിടെ ചെന്നിട്ട് എടുത്ത് തന്നാൽ മതി. ആ അതിന് എടുത്ത് തന്നെ കൈനീട്ടം. അതിനകത്ത് ചില്ലറ ഇല്ല, അത് തന്നാ മതി. നോട്ട് തന്നൊന്നുമില്ല. വേദന എടുത്തു. ഇന്നലെ നടന്നു ഉപ്പൂറ്റി ഭയങ്കര വേദന. ചേട്ടൻ കുഴമ്പിട്ടിട്ട് തിരുമ്മി തന്നപ്പോ വേദന കംപ്ലീറ്റ് പോയി. സത്യാട്ടന്റെ വേദന പോയി. ആ ചെരുപ്പിട്ടുണ്ട്. എനിക്ക് 2 ചെരുപ്പ് വെച്ചിരുവോ? ഇപ്പം രാവിലെ എന്നൊക്കെ പറഞ്ഞു ചുരിദാർ മേടിക്കണം, സാരി മേടിക്കണം, പിന്നെ വേറെ എന്ത് പറഞ്ഞില്ല. ഇപ്പം ചെരുപ്പ് പറഞ്ഞു. ഇപ്പം എല്ലാം കൂടെ കേൾക്കട്ടെ, എന്നിട്ട് ഞാൻ ചെയ്തേക്കാം. പറയാനെല്ലാം പറഞ്ഞു. കൊലസ് വേണം. വെള്ളിയുടെ കൊലസിരിപ്പുണ്ട്. വെള്ളിയുടെ കൊലസാണെങ്കിൽ പൊട്ടിയോണം ഇരിക്കുക, ലൂസുമായി. അത് മാറി തന്നെ അവന് പറഞ്ഞോടാ. തിരി എടുത്ത് ഓഫ് ചെയ്യടാ, മെഴുകുതിരി. അവൻ പൊക്കോളൂന്ന്. ചേട്ടൻ കൊള്ളാലോ. ഞാൻ കൂടെ ഉറങ്ങുമ്പോ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ അവൾ ഉറങ്ങുവാണെന്ന്. അത് അവൻ ഉറക്കത്തിലാണെന്ന് ഉറങ്ങാത്തവൻ ഒന്നോടെ ചുരുണ്ടു. ബെസ്റ്റ്. ഉറക്കത്തിലാന്ന് പറഞ്ഞപ്പോൾ ഉറങ്ങാത്തവൻ ഒന്നോടെ ചുരുണ്ട് കിടക്കും. അവൻ എണീക്കാൻ കാലം പതുക്കെ ഒന്ന് നീട്ടിയതായിരുന്നു. ഇങ്ങനെ അവസരങ്ങൾ ഒരുക്കി തരുന്നത്. അതാ മെഴുകുതിരി ഒന്ന് ഓഫ് ചെയ്യോടാ. അവൻ എന്നെ ചൊറിഞ്ഞോണ്ടിരിക്കുക, ഞാൻ തന്നെ ഓഫാ. നല്ല രസമാണ് കേട്ടോ. നിലവിളക്ക് ഇങ്ങനെ കിടന്നാണ് 5 തിരിയിട്ട നിലവിളക്ക്. ഇതിനകത്ത് ഒത്തിരി ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
വാഴപ്പഴം കിട്ടിയില്ല. വാഴപ്പഴം കണ്ണൻ എന്നുള്ളൊരിതുണ്ട്. വാഴപ്പഴം കിട്ടാത്തല്ലേ പറഞ്ഞത്. ഏത് പഴമായിരുന്നു? കദളിപ്പഴ. ചുമ്മാ ഞാലിപ്പൂവും കൊടുത്തിട്ട് കണ്ണന് ഞാലിപ്പൂവിനൊന്നും കണ്ണൻ കഴിക്കൂല, കദളിപ്പഴ വേണ്ടത്. പിന്നെ ഫോർമാലിറ്റിക്ക് വേണ്ടി ഞാൻ പറഞ്ഞ ഞാലിപ്പൂവും വാങ്ങി എന്തിനാ വെക്കണമെന്ന് പറഞ്ഞു. കദളിപ്പഴം കിട്ടാനില്ല. കദളിപ്പഴം ചിലപ്പോൾ ഈ അങ്ങാടി മരുന്നൊക്കെ കൊടുക്കുന്ന കടയില്, പൂജാദ്രവ്യങ്ങൾ കൊടുക്കുന്ന കടയിലൊക്കെ ഉണ്ട്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള കടയിലുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം അവിടെ നിന്ന് കണ്ട് വാങ്ങിയായിരുന്നു കദളിപ്പഴം. ഞാൻ കഴിഞ്ഞ വർഷം ഇന്ന് വിഷുവിന് നല്ല വിലയായിരിക്കും. കഴിഞ്ഞ വർഷം ഞാൻ അവിടെ പോയാൽ വാങ്ങിയ തൊടുപുഴ ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള 2 കടകൾ അപ്പുറം ഇപ്പുറമുണ്ട്. അതിലിപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങി. അന്നേരം അവര് ഇത് ഇങ്ങനെ വെക്കും, ഇങ്ങനെ വെക്കും കേട്ടോ. എന്തുവാ ഇങ്ങനെ ഞൊറിഞ്ഞു പോലെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന ഒരു സാധനമുണ്ട്. അതിന്റെ പേര് മറന്നു, ഒരു തുണി പോലത്തെ. അതൊക്കെ വേണം എന്നോട്. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ടെന്നു. ഇതേ ആ കതിരിന്റെ കൊലയില്ലേ, അത് ഞാൻ ചുമ്മാ ഇങ്ങനെ വീടിന്റെ മുമ്പിലൊക്കെ കെട്ടി തൂക്കിയിട്ടേക്കണ ഞാൻ കണ്ടിട്ടുണ്ട് പലരുടെ. കതിർക്കൊല അല്ലേ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? വീടിന്റെ മുമ്പിൽ കെട്ടി തൂക്കിയിട്ടേക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി. സ്ത്രീധന സീരിയലിലുണ്ടായിരുന്നു ആ വീടിന്റെ മുമ്പിൽ ഒരെണ്ണം കെട്ടി തൂക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അത് കണ്ട് എനിക്ക് ആഗ്രഹം കൊണ്ട് നെല്ലിങ്ങനെ കാണണം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് 3-4 കൊല്ലായതാ നെല്ല്. അപ്പൊ ഈ ഉണങ്ങണവനെന്ത് ഉള്ളതായിട്ട് അതന്നെ തന്നാ പിന്നെ തീരുള്ള. എടാ ആൻസ വേടാ കൈനീട്ടം തരാം. വേടാ എണീറ്റ് വേടാ കൈനീട്ടം തരാം. എണീറ്റോ അതിന്റെ മുമ്പിൽ പോയി തരണ്ട. ഓർക്കത്തിൽ ഇങ്ങോട്ട് തരാനോ? അല്ലടാ നിനക്ക് ഇവിടെ നീ അങ്ങ് കടന്നോ, എനിക്ക് അവിടെ തരാം. എണീറ്റോ ഞാൻ പറഞ്ഞ ചേട്ടാ. ഇതന്നെ വെള്ളം ചാടണം. ഇതൊന്ന് മാറ്റട്ടെ. പണി തരാൻ ചേട്ടന്റെ കയ്യിൽ ആദ്യം കയറിയത് മോതിരാണ്. അപ്പൊ ചേട്ടന് ദൈവം തന്നതാ സ്വർണം. സ്വർണത്തിന് പവന് 70,000 രൂപ വില. അപ്പൊ ചേട്ടന് ഇഷ്ടംപോലെ സ്വർണം കിട്ടും. ചേട്ടനെ കാണാം, എല്ലാരും കാണും. ചേട്ടൻ ഷർട്ടിടാൻ നിൽക്കണ്ടല്ലേ കാണാൻ. അതെങ്കിൽ നോക്കാം. കണ്ട് കൈകൊണ്ട് വാങ്ങണോ? കണിയൊക്കെ വലുതായി കൈനീട്ട വാങ്ങണോ? താങ്ക് യു. ഇനി ബാക്കി വഴിത്തന്നെ തന്നെ നോട്ടൊക്കെ ചേട്ടന് തരാം. ഇതേ കൈ നീട്ടി നിൽക്കണേ. ചേട്ടൻ്റെ പൈസ എന്നാലും മനസ്സിലാവും. പാവം ചേട്ടൻ. ഒരു ഷർട്ട് ഇട്ടിരുന്നൊരു ഫോട്ടോ എടുത്തായിരുന്നല്ലേ? നിനക്ക് കിട്ടിയ പൈസ നീ എടുത്ത് വെക്കണം. അതിന് നീ എന്തെങ്കിലും പ്രയോജനപ്പെടുത്തുന്ന കാര്യം ചെയ്യണം. പോയി എടുത്ത് വെച്ചിട്ട് വന്ന് കിടക്ക. ഇനിയിപ്പം നമുക്കൊരു ഫോട്ടോ വീഡിയോ പായസം ഉണ്ടാക്കണം. രാവിലത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം. എല്ലാം ചെയ്യണം കേട്ടോ. അതേ ഷർട്ടൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഫോട്ടോ ഇതെന്താ മേത്തോടെ. അപ്പം ഞാനും ആൻസൂട്ടനും കൂടെ വിഷു പായസമൊക്കെ ഉണ്ടാക്കി കഴിക്കുവാണ് കേട്ടോ. ഞങ്ങളിന്ന് പരിപ്പ് കറി ഉണ്ടാക്കി, പിന്നെ വാഴയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കി. അങ്ങനെ പച്ചക്കറി മാത്രമേ ഇന്ന് ഉണ്ടാക്കിയുള്ളൂ. മീൻ കറി വെച്ചത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെങ്കിലും നമ്മൾ എടുത്തില്ല കേട്ടോ. വിഷുവൊക്കെ അല്ലേന്ന് ഓർത്തു. പിന്നെ ആൻസിനാണെങ്കിൽ ആൻസൂട്ടൻ രാവിലെ തന്നെ നമ്മുടെ വീട്ടിൽ, ആൻസിൻ്റെ ഒരു ഫ്രണ്ട് രാവിലെ തന്നെ നമ്മുടെ വീട്ടിലെത്തി ആൻസിനെ ഇന്ന് സദ്യക്ക് ക്ഷണിച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ ആ കൊച്ചിൻ്റെ വീട്ടിൽ ആൻസ് 1 മണി ആയപ്പോഴത്തേക്ക് ആ കൊച്ചിൻ്റെ വീട്ടിലേക്ക് പോയി. അഭിഷേക് സജ്ജിയില്ലടാ
കൊച്ചിൻ്റെ വീട്ടിലേക്ക് ആൻസ് പോയി. ഉച്ചയ്ക്ക് അവിടെ നിന്നായിരുന്നു ആൻസിന് സദ്യ. കൊച്ചു എന്നെയും ചേട്ടനെയും ഒക്കെ വിളിച്ചു. അപ്പം അതിൻ്റെ കൂട്ടുകാരനെ വിട്ടേക്കാടാന്ന് പറഞ്ഞാൽ കൂട്ടുകാരനെ വിട്ടു. ആൻസൂട്ട സദ്യ കഴിച്ചു. പായസം ഉണ്ടായിരുന്നോ? എന്ത് പായസം അറിയില്ല. അവിടെ പാലട ആയിരിക്കും. അപ്പം ആൻസൂട്ടൻ്റെ അവിടെ പോയി പാലട പ്രഥമനൊക്കെ കഴിച്ചിട്ട് വന്നു. ഞാനാണെങ്കിൽ ഇവിടെ സേമിയ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചു. ചേട്ടൻ ഉച്ചയ്ക്ക് ചോറിണ്ടിട്ട് ഇപ്പോഴാണ് പോയത്. നല്ല ഇടിമഴയായിരുന്നു. ഇടിമഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണ്ട, നല്ല ഇടിമഴയായിരുന്നു. ഞാൻ സത്യത്തിൽ പായസം ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ഇടിമഴ വന്നത്. ഇടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഇടി കണ്ടപ്പം കുറച്ച് നേരം കയറി കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അതിനുശേഷം ചേട്ടൻ ഇപ്പോൾ കടയിലേക്ക് പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ വൈകുന്നേരം വിഷു സ്പെഷ്യൽ നമ്മളൊരു സിനിമ കാണാൻ നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ എമ്പുരാൻ വന്നപ്പോൾ നമ്മൾ കണ്ടില്ല. അപ്പം അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം 9 മണിക്കത്തെ ഷോയ്ക്കാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കണം രാത്രിയിൽ. അപ്പം നമ്മൾ പോകും. ചേട്ടന് പകലൊന്നും പോകാനിപ്പോൾ ഇന്ന് വൈകുന്നേരം 5:30 എങ്ങാണ്ടുള്ളൂ, പിന്നെ 9 ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ തൊടുപുഴ ആശീർവാദിൽ, തൊടുപുഴ നമ്മുടെ ലാലേട്ടനൊരു സിനിമ തിയേറ്റർ ഉണ്ട്, ആശീർവാദ്. അതിനകത്ത് 4 തിയേറ്ററുണ്ട്. അതിൽ അനിഷ എന്ന് പറഞ്ഞ തിയേറ്ററുണ്ട്. നമ്മളതിൽ പോയിട്ടുണ്ട്. അനിഷയിൽ കയറിയിട്ടുണ്ടെന്നാണ്. നമ്മൾ ആ ബാൽക്കണി ആടുജീവിതം കാണാൻ കയറിയിരുന്നില്ലേ, നമ്മൾ തന്നെ ബാൽക്കണിയിൽ. അതാണ് എനിക്ക് തോന്നുന്നത്. താഴെ അല്ല, ഏറ്റവും ടോപ്പില് പ്ലാറ്റിനം. നമ്മളെ പോയി ഇരുന്നോടത്ത് തന്നെ. പ്ലാറ്റിനം നിലവിലിപ്പോ നമ്മളുണ്ടായല്ലോ. അതാ ബുക്ക് ചെയ്തേക്കണേ. ഒരുമിച്ച് അടുത്തടുത്ത സീറ്റ് വേണോ? ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെ പായസം കുടിക്കാറില്ലായിരുന്നു. കുട്ടിക്ക് ജലദോഷമാണ്. കുട്ടിക്ക് അങ്ങനെ ജലദോഷം വന്നൊന്നും അറിയാൻ പാടില്ല. കുട്ടിക്ക് ജലദോഷമാണ്. നമ്മൾ കുറച്ച് പായസം ഉണ്ടാക്കിയല്ലോ. ഒരു ഗ്ലാസ് കുടിക്കൂലേ? വെരി ഗുഡ്, നല്ല കാര്യമാണ്. നല്ല പായസമാണല്ലോ, എനിക്കിഷ്ടപ്പെട്ടു. നല്ല കേട്ടോ. പിന്നെ കുറേ തുണി അലക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉണങ്ങി എടുത്തു. അതിൻ്റെ ഇനി മടക്കി വെക്കണം. പിന്നെ ഇവൻ്റെ കാലം മുറിഞ്ഞ് എൻ്റെ കൈ മുറിഞ്ഞിരിക്കും. കുറച്ച് തുണിയെല്ലാം അങ്ങനെ വാഷിംഗ് മെഷീനിൽ അലക്കി ഇട്ടേക്കുന്നു. അല്ല, ഇവൻ്റെയാണ്. എന്നാണേലും നല്ല രസമായിരുന്നു ഇന്ന് വിഷു. ഉറങ്ങാനും പറ്റി, പണിയെല്ലാം ചെയ്തു, കുളിയും കഴിഞ്ഞു, ഓടി നടന്ന് കറികളും പെട്ടെന്ന് തന്നെ എല്ലാം ഉണ്ടാക്കിയെടുത്തു, സെറ്റാക്കി. അപ്പം നമുക്കിനി ചേട്ടൻ വരുമ്പോൾ കാണാവേ. ആൻസൂട്ടൻ വിഷുവിന് ആൻസൂട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു ഉച്ചയൂണ്. ഫ്രണ്ടിൻ്റെ ഫാമിലിയൊക്കെയാണ്. പിന്നെ അടുത്ത വീട്ടിലൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം ആൻസൂട്ടൻ്റെ ഫ്രണ്ട് അഭിഷേകിൻ്റെ വീട്ടിലെ വിഷുസദ്യ നമുക്കൊന്ന് കാണാം. നമ്മളിപ്പോൾ ആവശ്യൻ്റെ വീട്ടിലാണ്. ഇവിടെ ആവശ്യൻ്റെ ചേച്ചി ക്യാമറ ഫിയറാണ്. ഇതാണ് അഭിഷേകിൻ്റെ അമ്മ ചേച്ചി. അഭിഷേകിൻ്റെ ഇവിടെ വാഴയില ഇറക്കിയാണ് സദ്യ ഉണ്ടാവാൻ. ചിന്നുവിൻ്റെ ചേച്ചീന് ഭയങ്കര നാളാണ് ഇവിടെ. അഭിഷേകിൻ്റെ അച്ഛയുടെ കൈ വരുവാണ്. ഇവിടെ സദ്യകളൊക്കെ ഇരിക്കുന്നുണ്ട്. സദ്യയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഇവിടെ ക്യാമറ ഫിയറായിട്ടിരിക്കുകയാണ്. അഭിഷേകിൻ്റെ അച്ഛനാണ്. ഇവിടെ ഒരു ചേച്ചിയൊന്നും കണ്ട് ഇവിടെ അഭിഷേക് കഴിക്കാൻ തുടങ്ങുവാണ്. അയ്യോ, അമ്മേൻ്റെ തല. ഇവിടെ കഴിക്കാൻ പോയി.
കറക്റ്റായിട്ട് ഫേസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ദേ 24 വെട്ടും വെട്ടി എമ്പുരാൻ കാണാനായിട്ട് പോകട്ടെ. വിഷു സ്പെഷ്യൽ സിനിമ. 24 വെട്ടും വെട്ടിയോ? 24 വെട്ടാ വെട്ടിയത്. വലിയ 1 സെക്കൻഡ് 2 സെക്കൻഡൊക്കെ ആയിരിക്കുന്നേ. ഇവിടെ ഒരാൾ എമ്പുരാൻ കാണാനായിട്ട് റെഡിയായി. ഇവിടെ ഒരാൾ ലൂസിഫർ പകുതി കണ്ടു വെച്ചിട്ടാട്ടോ എമ്പുരാൻ കാണാൻ പോകുന്നത്. കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഓർക്കണ്ടോന്നൊന്നും അറിയത്തില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞു അവിടെ AC ഇല്ലേ, ഞാൻ ഉറങ്ങാൻ വന്നതാന്ന്. ഉറങ്ങിയാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നുള്ളി പറിക്കാട്ടോ, നമുക്ക് എല്ലാവരും കൂടണം നുള്ളാനായിട്ട്. അപ്പോൾ രാത്രി 9 മണിക്കത്തെ ഷോയാണ് പോണേ, ആരും കാണില്ലായിരിക്കും, കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് അർമാടമായിട്ട് പോയത് കണ്ടിട്ട് വരെ നമ്മൾ മാത്രമേ കാണുള്ളൂ പ്ലാറ്റിനത്തിനകത്ത് മിക്കവാറും. ഹായ്, 96 കഴിഞ്ഞ പിന്നെ ആദ്യമായിട്ട് തിയേറ്ററിൽ വന്നൊരു മനുഷ്യനെ കണ്ടോ? 1996. ഇതാ അങ്ങനെ എമ്പുരാൻ കാണാൻ നമ്മൾ ലാലേട്ടൻ്റെ സിനിമ കാണാൻ ലാലേട്ടൻ്റെ സ്വന്തം ആശീർവാദ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. അനിഷ തിയേറ്ററിലായിരുന്നു നമുക്ക് എമ്പുരാൻ ഓടിക്കൊണ്ടിരുന്നത്. അപ്പം അവിടെ നമ്മൾ കയറിയൊക്കെ ഇരുന്നു. അപ്പോൾ സിനിമ തുടങ്ങും. ചേട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം 1996 6-ാം തമ്പുരാൻ കണ്ടതിന് ശേഷം വീണ്ടും സിനിമ എമ്പുരാൻ കാണാനായിട്ടാണ് ചേട്ടൻ തിയേറ്ററിൻ്റെ അകം കാണുന്നത്. അപ്പോൾ അന്നത്തെക്കാളൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ തിയേറ്ററിലുണ്ടായിട്ടുണ്ട്. അപ്പം ആൻസോട്ടനാണെങ്കിൽ പോപ്കോണൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാ എമ്പുരാൻ സിനിമ തുടങ്ങുകയാണ്. ലാലേട്ടൻ്റെ സ്വന്തം തിയേറ്ററിലിരുന്ന് ലാലേട്ടൻ്റെ സിനിമ കാണുന്ന ഒരു അന്തസ്സ്, ആ ഒരു അഭിമാനം, അത് നമ്മുടെ തൊടുപുഴക്കാർക്ക് സ്വന്തമായിട്ടുള്ളതാണ്. അപ്പം നമ്മൾ എമ്പുരാനൊക്കെ കണ്ടു കഴിഞ്ഞ് പാട്ടൊക്കെ ഹൈഡ് ചെയ്ത് കളയാൻ പറ്റും, അതന്നെ വലിയ കാര്യമാണ്. ഞങ്ങൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നല്ലൊരു തട്ടുകടയിൽ കയറിയിട്ട് തട്ടിൽ മുട്ടിൽ അപ്പവും ചട്നിയും, ചൂടപ്പവും ചട്നിയും, ചൂട് 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 ഈ ആവി പറക്കണ ഇപ്പൊ കണ്ടവരുന്ന വൈകുന്നേരം വീട്ടിൽ നിന്ന് വൈകുന്നേരം അപ്പം നമുക്ക് ചോറ് കഴിക്കുന്ന സുഖം. ശരിയാ. അങ്ങനെ എമ്പുരാൻ കണ്ടു കഴിഞ്ഞ് 12-12:30 നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. തട്ടുകട മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നന്നായി, വിലയോ തുച്ഛം ഗുണമോ മെച്ചം എന്ന് പറയും പോലെ നല്ല ചൂടപ്പവും ഓംലെറ്റും ചട്നിയും ചൂട് വെള്ളവുമായിരുന്നു. ഉറക്കം കഴിഞ്ഞ് വന്ന ആൻസൂട്ടൻ ഫുഡ് കണ്ടപ്പോഴത്തേക്കും ഹാപ്പിയായി. അങ്ങനെ നമ്മൾ കഴിച്ചു, വീട്ടിലെത്തി. അങ്ങനെ ആകപ്പാടുണ്ടായിരുന്ന വിഷുവും തീർന്നു, എല്ലാം കഴിഞ്ഞു. ഇന്നലത്തെ പായസമൊക്കെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചു. വിഷുവിന് ചെറിയൊരു ഹാപ്പിനെസ് നമ്മൾ എമ്പുരാൻ കാണാൻ പോയി എന്നുള്ളതാണ്. ചേട്ടന് ഒരിക്കലും സമയം കിട്ടാറില്ല കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം നൈറ്റ് ഷോ 9 മണിയുടെ ബുക്ക് ചെയ്യാമെന്നൊക്കെ വെച്ച് പോയി. ആൻസൂട്ടിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എമ്പുരാൻ ബുക്ക് ചെയ്യണം എന്നുള്ളത്. ലൂസിഫർ 2 ഇറങ്ങിയപ്പോൾ തൊട്ടേ തന്നെ ആൻസൂട്ടൻ എന്നോട് പറയുന്നതാ എമ്പുരാൻ കാണാൻ പോകണം, എമ്പുരാൻ കാണാൻ പോകണമെന്ന്. അങ്ങനെ ആൻസൂട്ടിൻ്റെ ആഗ്രഹപ്രകാരം മാത്രമല്ല, എൻ്റെ ആഗ്രഹപ്രകാരവും. ചേട്ടനൊട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം 1996 6-ാം തമ്പുരാൻ കാണാനായിട്ട് സിനിമാ തിയേറ്ററിൽ കയറിയ ചേട്ടൻ പിന്നീട് സിനിമാ തിയേറ്ററിൻ്റെ അകം കാണുന്നത് ഇന്നലെയാണെന്ന് പറഞ്ഞപ്പം നേരത്തെ തന്നെ അറിഞ്ഞാണ്. അന്നാണ് ലാസ്റ്റ് പോയത്. പിന്നെ തിയേറ്ററിൽ കയറിയിട്ടില്ല 6-ാം തമ്പുരാന് ശേഷം. അപ്പോൾ ഇതും ഒരു തുടക്കം ആകട്ടെ. കാരണം നിർത്തിയെടുത്തു എന്നുള്ളൊരു തുടക്കം. അന്ന് ലാലേട്ടനെ കണ്ടു, അന്നത്തേക്കാൾ ഒത്തിരി വ്യത്യാസത്തോടു കൂടിയ ലാലേട്ടനെ വീണ്ടും 6-ാം തമ്പുരാനകത്ത് പിന്നെ മഞ്ജു വാര്യരും മോഹൻലാലും ഉണ്ട്. അപ്പോൾ പിന്നെ അത് തന്നെ വീണ്ടും ആ ഒരു നായികനെയും വെച്ച് തന്നെ വീണ്ടും പടം കാണാൻ പറ്റി എന്നുള്ളതൊരു നിമിത്തമൊക്കെ ആയിട്ട് കരുതാം. അപ്പം അങ്ങനെ ചേട്ടൻ 96 തിയേറ്ററിൽ പോയ ചേട്ടൻ ആൻസൂട്ടനും ഞാനും ഒക്കെ കാരണമായിട്ട് വീണ്ടും 2025 വീണ്ടും പോയേക്കാണ്. അപ്പം എത്രയോ വർഷമായി അല്ലേ, 30 വർഷമാകാൻ പോകും. അതായത് 29 വർഷം കൂടിയാണ് ചേട്ടൻ സിനിമാ തിയേറ്ററിൻ്റെ ഉള്ളിൽ കാണുന്നത്. അങ്ങനെ ചേട്ടൻ തിയേറ്ററൊക്കെ കണ്ട് സിനിമയൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ഇടിപ്പടമായതുകൊണ്ട് ചേട്ടന് പെരുത്ത് ഇഷ്ടപ്പെട്ടു. ഇതുപോലെയുള്ള ഇടിയുള്ള സിനിമകളൊക്കെയാണ് ചേട്ടൻ ഇഷ്ടമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടേ. അപ്പോൾ എന്താണെങ്കിലും നമ്മളങ്ങനെ വിഷു സ്പെഷ്യൽ സിനിമയൊക്കെ കണ്ടു വന്നു. ഇവിടെയാണെങ്കിൽ ഒരുപാട് വൃത്തിയാക്കാനായിട്ടൊക്കെ കിടക്കുകയാണ് ഇന്നലെ വെച്ചതും. പിന്നെ പാത്രങ്ങളും ഒക്കെ ആയിട്ട് കഴുകാൻ വയ്ക്കുക. 9 മണിക്കത്തെ സിനിമയും കണ്ട് ഞങ്ങൾ തട്ടുകടയിൽ കയറിയിട്ട് ഓംലെറ്റും കഴിച്ചു പോന്നു.
അപ്പവും ചട്നിയും പിന്നെ ഓംലെറ്റും ചൂടുവെള്ളവും 130 രൂപ. 2 അപ്പവും ഒരു ഡബിൾ ഓംലെറ്റ് ചേട്ടനും, 2 അപ്പവും ഒരു ഡബിൾ ഓംലെറ്റ് ഞാനും, ഒരപ്പവും ഒരു സിംഗിൾ ഓംലെറ്റ് ആൻസൂട്ടനും കഴിച്ചിട്ടാണ് പോകുന്നത്. ആൻസിനത് മതിയെന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ. അവനാണെങ്കിൽ പനിയായിരുന്നു. ഏറ്റവും കോമഡി എന്താണെന്നറിയോ, എമ്പുരാൻ കണ്ട് ഇൻ്റർവെല്ലാവണതിന് മുമ്പേ ആൻസൂട്ടന് ഉറക്കം തുടങ്ങി. ഞാൻ പിന്നെ ഉറങ്ങി വരുന്ന സമയത്തെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ആൻസൂട്ടനൊന്ന് മൂത്രമൊക്കെ ഒഴിച്ചിട്ട് വന്നിട്ട് വീണ്ടും വീട്ടിൽ കിടക്കും പോലെ ചുരുണ്ടുകൂടി. നല്ല AC അല്ലേ, നല്ല തണുപ്പാണ്. ഞാൻ ഉറങ്ങുവാന്നും പറഞ്ഞ് പോപ്കോണൊക്കെ തിന്ന് മുക്കാലും തീർത്തു. ഇച്ചിരി പോപ്കോണ ബാക്കി വന്നുള്ളൂ. അതൊക്കെ കഴിച്ചിട്ട് ആൻസൂട്ടൻ കിടന്ന് നല്ല ഉറക്കം. ഞാൻ വിളിച്ചിട്ടൊന്നും എഴുന്നേറ്റില്ല. അവസാനം പോകാൻ നേരത്ത് പാടാ പോകാമെന്ന് പറഞ്ഞു. ഇത്ര പെട്ടെന്ന് തീർന്നു എന്ന് അവൻ്റെ ഉറക്കി വെച്ചു. തീർന്ന് ഇത്ര പെട്ടെന്ന് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ സിനിമയൊക്കെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്നാൽ കഥ പറയടാ, അന്നേരം ചിരിക്കുക. എന്നിട്ട് അവൻ ഫുഡൊക്കെ ഇങ്ങനെ ഇറങ്ങിയൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ ഒരു സെക്കൻഡ് ഷോ നൈറ്റ് ഷോ ഒക്കെ നമ്മൾ കാണാൻ പോകുന്നു. നമ്മുടെ സ്വപ്നത്തിലൊന്നും ഓർത്തിട്ടുള്ള കാര്യമല്ല. അപ്പോഴുള്ള സമയത്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പോകുമായിരുന്നു. പിന്നെ നൈറ്റിൽ കാണാനൊന്നും പോയിട്ടില്ല. അത് പിന്നെ ചെറുപ്പത്തിൽ പോയാൽ പിന്നെ അതായത് നമ്മൾ വിസ്മയത്തുമ്പത്തൊക്കെ അപ്പയുള്ളപ്പം ഫോർ ദ പീപ്പിള്, വിസ്മയത്തുമ്പത്ത്, പിന്നെ ഏതായിരുന്നു ക്ലാസ്മേറ്റോ അങ്ങനെ ഏതൊക്കെയോ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഉള്ളപ്പം പകലൊന്നും പോകാറില്ല, രാത്രിയിലേ പോകാറുണ്ടായിരുന്നുള്ളൂ. അപ്പം അത് പിന്നെ ഇപ്പോഴാണ് പോയത്. അപ്പം ഒരു എന്തുവാ ദൈവം നൽകുന്ന ചെറിയ ചെറിയ ചില സന്തോഷ നിമിഷങ്ങളൊക്കെ ഇപ്പോൾ കടന്നു പോകുന്നത്. ചേട്ടനിപ്പോൾ ബാസ്കുവിനെ കൊണ്ട് 1നും 2വിനൊക്കെ കൊണ്ടുപോയേക്കുവാണ്. ആൻസൂട്ടിന് പനിയാട്ടോ, ജലദോഷം. അപ്പോൾ തണുപ്പും ജലദോഷം പനിയും മൂക്കടപ്പെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയത്. ഇപ്പം അവനെ പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. പിന്നെന്താ, എനിക്കാണെങ്കിൽ ഇന്നിപ്പം വിഷു കഴിഞ്ഞ കഷ്ടാനുഭവ ആഴ്ച എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഡ്യൂട്ടി ഉണ്ട്, എക്സാം ഡ്യൂട്ടി ഇന്നും കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ, ഇന്ന് നാളെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് കുളിച്ച് ഡ്രസ്സ് മാറി നേരെ കോളേജിലേക്ക് പോകണം. ചോറൊക്കെ ഇന്നലെ ഒരു ഇച്ചിരി ചോറ്, ഒത്തിരി ഒന്നും ഉണ്ടാക്കിയില്ല, കുറച്ച് ചോറ് ഉണ്ടാക്കി. അപ്പം അത്താഴത്തിലേക്ക് വേണ്ടിയിട്ടെന്നുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കി. അതിന് കുറച്ചെടുത്തോണ്ട് പോകണം. അതൊക്കെ ഉള്ളൂ. പിന്നെ എന്താ, വേറെ വിശേഷമൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം വീഡിയോ കേട്ട് വീണ്ടും This is signing off, Bindus Dreams. Bye.